ഇന്നത്തെ വീഡിയോയിലൂടെ മലയാളത്തിലധികം ഇല്ലാത്തൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റിൻ്റെ പേര് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അധികം കോമൺ അല്ലാത്ത എന്നാൽ കുറേ പേരുടെ കയ്യിൽ ഉള്ള ഒരു പ്ലാന്റാണ് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ്. നമ്മുടെ അസോള പോലെ അത്രയും പോപ്പുലാരിറ്റി എത്തിയിട്ടില്ലെങ്കിലും അതിനെക്കാട്ടിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഫിലാന്തസ് ഫ്ലോയിട്ടാൻസ് എന്നാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ്. അപ്പോൾ ഇവരെ ഞാൻ ഇന്നെടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പേര് വന്നതിൻ്റെ കാര്യം തന്നെ ഇതിൻ്റെ റൂട്ടിലുള്ളൊരു കളറേഷനാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല റെഡ് കളറാണ് ഇതിൻ്റെ വേരിന് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേരും ഇതിന് കിട്ടിയേക്കുന്നത്. പൊതുവേ ഇൻഡോറായിട്ട് അക്വേറിയം സെറ്റ് ചെയ്യുമ്പം ആരും തന്നെ ഫ്ലോട്ടിംഗ് പ്ലാന്റ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതിനാണ് ഞാൻ ഈ ഒരു വിഷ്വലിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റൂട്ടിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അക്വേറിയത്തിൽ ഇടുമ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീടിനകത്താണ് നമ്മൾ അക്വേറിയം പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് കമ്പൽസറിയാണ്. ഇത് നല്ല രീതിയിൽ വെട്ടം വേണ്ടിയ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിന് നല്ല റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സൺലൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ടബിൽ കിടക്കുന്ന പ്ലാന്റിന് അധികം കളർ കുറവാണ്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ് ഇതിന് വന്നേക്കുന്നത്. ഈ ഒരു ടബിൻ്റെ ഭാഗത്തേക്ക് അധികം വെയിലടിക്കാത്തത് കൊണ്ടാണ് ഇതിനൊരു ഗ്രീൻ കളർ കയറി വന്നേക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് റെഡ് കളറിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സൺലൈറ്റിൻ്റെ അടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടിലും ഇതിൻ്റെ ലീഫിലും നല്ല റെഡ് കളറാവും. ഇപ്പം ഞാൻ ഒട്ടും വെയിൽ കിട്ടാത്തടത്താണ് ഈ ഒരു പ്ലാന്റ് വെച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതിന് ചെറിയൊരു പൂവുണ്ട്, ഒരു വൈറ്റ് കളറ്. ചെറിയ രീതിയിലേ ഉള്ളൂ, എന്നാലും മൊത്തത്തിൽ ഒരുമിച്ച് കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഈ ഒരു ലീഫിൻ്റെ ഗ്രീൻ കണ്ടോ, ഇതിനധികം വെയിലില്ലാത്തൊരു ഏരിയയിലാണ്. അതുപോലെ തന്നെ വേറൊരു ഏരിയ സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അത് ഒട്ടും വെയിലില്ലാത്തൊരു ഭാഗത്താണ് വെച്ചേക്കുന്നത്. അതിന് തീരെ കളറേഷൻ കുറവാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് പോകാം. ഈ ഒരു ഏരിയയിലാണ്, ഇതൊട്ടും വെയിലില്ലാത്തൊരു ഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇതിൻ്റെ റൂട്ടിലും പ്രത്യേകിച്ച് കളറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം മാക്സിമം നല്ല വെയിലുള്ളിടത്ത്, അല്ലെന്നുണ്ടെങ്കിൽ വീടിനകത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നൊരു ഫ്ലോട്ടിംഗ് പ്ലാന്റാണ് ഈ ഒരു റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ്. നമുക്ക് ഗപ്പീസ് ബ്രീഡിങ്ങിനും കാര്യത്തിനും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അധികം പോപ്പുലാരിറ്റി എത്തിയിട്ടില്ല. യൂട്യൂബിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികം മലയാളം വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനെപ്പറ്റി ഇല്ല. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും പ്ലാന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ഇനിയും വരുന്ന ടൈമിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത്. നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ചെറിയൊരു ഏരിയ കൊടുത്ത് നമുക്ക് ഇവരെ വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.